Hi dear students, in the BSc FIUGP program, Value Added Course English, Module 3, Chapter 12, it is titled Strategy, the Empowerment, Participation and Gender Equality of Women and Girls with Disabilities towards full and effective participation and gender equality. VSc ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റിൽ മൂന്നാമത്തെ മൊഡ്യൂളിൽ 12ാമത്തെ ചാപ്റ്ററാണ് ഇത് യുണൈറ്റഡ് നാഷൻസിൻ്റെ ചില സ്ട്രാറ്റജികളാണ്. അതായത് ഡിസബിലിറ്റി ഉള്ള പെൺകുട്ടികളുടെയും അതേപോലെ തന്നെ സ്ത്രീകളുടെയും ജെൻഡർ ഇക്വാലിറ്റി ഓഫ് വിമൻ, സ്ത്രീകൾക്കിടയിലുള്ള അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ജെൻഡർ സമത്വത്തിന് വേണ്ടിയിട്ടുള്ള അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില സ്ട്രാറ്റജികൾ ആണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ദിസ് ഈസ് എ ലോങ് ചാപ്റ്റർ. ദിസ് ഈസ് എ ചാപ്റ്റർ ബേസ്ഡ് ഓൺ എ ലോട്ട് ഓഫ് കോൺവക്കേഷൻ, കൺവെൻഷൻ ആൻഡ് കോൺഫറൻസസ് ഹെൽഡ് ബൈ UN, United Nations Organization. We can have a gist of the United Nations Organization. United Nations is an international intergovernmental organization founded in 1945. 1945 സ്ഥാപിതമായിട്ടുള്ള രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും അതേപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിക്കുന്നതിനും ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനും ലോക സമാധാനത്തിനും വേണ്ടി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സ്ഥാപിതമായതാണ് നമുക്കറിയാം യുണൈറ്റഡ് നാഷൻസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. അതിന് കറൻ്റ്ലി 193 മെമ്പർ സ്റ്റേറ്റ് അല്ലെങ്കിൽ 193 രാജ്യങ്ങൾ അതിൽ മെമ്പറാണ്. അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ന്യൂയോർക്ക്. എയിം ഓഫ് UN, ഇറ്റ് വർക്ക്സ് ടു മെയിൻറ്റെയിൻ ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ലോകത്ത് സമാധാനവും സുരക്ഷയും ഉണ്ടാക്കിയെടുക്കുക, യുദ്ധങ്ങൾക്കെതിരെ നിലകൊള്ളുക എന്നുള്ളതാണ്. And protect human rights, deliver humanitarian aid, promote sustainable development. Sustainable development എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുസ്ഥിര വികസനം, പ്രകൃതിക്ക് തീരെ കോട്ടം തട്ടാത്ത രീതിയിൽ എങ്കിൽ മനുഷ്യന് വേണ്ടിയിട്ടുള്ള വികസനങ്ങൾ, അതിനാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അപ്ഹോൾഡ് ഇൻ്റർനാഷണൽ ലോ, അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് നിയമങ്ങളുണ്ട്, അതൊക്കെ ഉയർത്തിപ്പിടിക്കുക. ദ കറൻറ്റ് സെക്രട്ടറി ഓഫ് ജനറൽ is Antonio Guterres, the current secretary of UN, or secretary general എന്നാണ് അറിയപ്പെടുന്നത് അന്റോണിയോ ഗുട്ടറസ്. അതിൽ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്, അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാം. ജനറൽ അസംബ്ലി, സെക്യൂരിറ്റി കൗൺസിൽ, ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, ഇക്കോസോക്, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ICJ, ദെൻ യുനെസ്കോ, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, UNDP. ഇതൊക്കെ ഇതിൻ്റെ ചില സബ് ഓർഗനൈസേഷൻസാണ്. ഓക്കെ, ഇതിൻ്റെ കോർ ഗോൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആർ ഗിവൺ ദർ, യു ക്യാൻ റീഡ് ഇറ്റ്. ഓക്കെ, പീസ് കീപ്പിംഗ്, സമാധാനം ഉണ്ടാക്കിയെടുക്കുക, ദെൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ടു ദോസ് ഹു സഫർ ഇൻ ദ വേൾഡ്. ലോകത്ത് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, ക്രൈസിസ് ഉണ്ടാകുമ്പോൾ, യുദ്ധ ക്രൈസിസ്, റയട്ടുകൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഒരു മനുഷ്യത്വത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് സഹായം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. The UN operates as part of the broader UN system. It has a UN system which includes specialized agencies, funds and programs, UNICEF, WHO, World Health Organization, അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒരുപാട് സംഘടനകൾ അതിൻ്റെ ഉണ്ട്. The chapter Strategy, the Empowerment of Women and Girls with Disabilities towards Full and Effective Participation and Gender Equality. It is a UN Women Strategy. ഇതൊരു UN വിമൻസിൻ്റെ സ്ട്രാറ്റജി ആയിട്ടാണ് ഇത് ലോകത്ത് അറിയപ്പെടുന്നത്. The Empowerment of Women and Girls with Disabilities towards Full and Effective Participation and Gender Equality is a corporate road map. ഇതൊരു റോഡ് മാപ്പാണ്. അതായത് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും UNOയിലൂടെ അച്ചീവ് ചെയ്യേണ്ട ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അതേപോലെ തന്നെ ഡിസബിലിറ്റിയുള്ള പെൺകുട്ടികൾക്കും
ഓക്കെ, ഡിസബിലിറ്റി ഉള്ള പെൺകുട്ടികൾക്കടക്കം അവരെല്ലാം അച്ചീവ് ചെയ്യേണ്ട ഒരു ജെൻഡർ ഇക്വാലിറ്റി, ലിംഗസമത്വത്തിൽ ഊന്നിയിരിക്കുന്നൊരു പാർട്ടിസിപ്പേഷനും അതേപോലെ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസിവിറ്റി ഉൾക്കൊള്ളുന്നതായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണിത്. അച്ചീവ് ചെയ്യേണ്ടതാണിത്. ഓക്കെ, ഡിസൈൻഡ് ടു സിസ്റ്റമാറ്റിക്കലി ഇൻക്ലൂഡ് ദ റൈറ്റ്സ് ഓഫ് വിമൻ ആൻഡ് റൈറ്റ്സ് ഓഫ് ഗേൾസ്, പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക, അതിനെ ഉൾപ്പെടുത്തുക. വിത്ത് ഡിസബിലിറ്റീസ് ഇൻ ഗ്ലോബൽ ജെൻഡർ ഇക്വാലിറ്റി എഫേർട്സ്, ലോകത്താകമാനം ഡിസബിലിറ്റി ഉള്ള, അതായത് അസുഖബാധിതരായിട്ട് ജനിക്കുന്ന, അംഗവൈകല്യം സംഭവിച്ച് മെൻ്റലി റിട്ടാർഡഡ് ആയിട്ട് ഒക്കെ ജനിക്കുന്ന, അല്ലെങ്കിൽ പിന്നീട് അങ്ങനെ ആയിത്തീരുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും ഒരു സമത്വത്തിൽ ഊന്നിയ ജീവിതം ലഭ്യമാക്കുക എന്നുള്ളതാണ് UN വിമൻ സ്ട്രാറ്റജിയുടെ ലക്ഷ്യം. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ UN വിമൻ. It introduced as part of its commitment to achieve gender equality and the empowerment of all women and girls. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് UN വിമനിൻ്റെ ഒരു സമർപ്പണ ബോധത്തിൻ്റെ ഭാഗമായിട്ടാണ്. എന്തിനാണ് ഇതിൻ്റെ ഗോൾ എന്ന് പറയുന്നത്? ടു അച്ചീവ് ജെൻഡർ ഇക്വാലിറ്റി, ലിംഗസമത്വം ലോകത്ത് ലഭ്യമാക്കുക, അല്ലെങ്കിൽ ലിംഗസമത്വത്തിൽ ഊന്നിയ ഒരു സമൂഹവും സംസ്കാരവും വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും ഈ പാട്രിയാർക്കൽ സൊസൈറ്റി, പുരുഷ മേധാവിത്വ സമൂഹം, അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും പുരുഷ മേധാവിത്വ ചിന്തകൾ എന്ത് ചെയ്യുന്നുണ്ട്? ജെൻഡർ ഇനീക്വാലിറ്റി നന്നായിട്ട് സമൂഹത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. എല്ലാ മേഖലയും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും വി ക്യാൻ സീ എ ജെൻഡർ ഇനീക്വാലിറ്റി, ഒരു ലിംഗ അസമത്വം കാണാൻ പറ്റും. അതിനെ മറികടന്നുകൊണ്ട് ഒരു ജെൻഡർ ഇക്വാലിറ്റി നേടിയെടുക്കാൻ വേണ്ടിയിട്ടും ആൻഡ് ദ എംപവർമെൻറ്റ് ഓഫ് ഓൾ വിമൻ ആൻഡ് ഗേൾസ്, സ്ത്രീ ശാക്തീകരണം, പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ശാക്തീകരണവുമാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ദ സ്ട്രാറ്റജി അലൈൻ വിത്ത് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺവെൻഷൻ ഓൺ ദ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് വിമൻ, CEDAW. അതായത് ഈ സ്ട്രാറ്റജി മറ്റുള്ള പല കൺവെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത് കിടക്കുന്നത്. കൺവെൻഷൻ, ചില നിയമങ്ങൾ, കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫറൻസ്, സബ്മിറ്റ് ഒക്കെ നടത്തിയിട്ട് അതിൽ അവതരിപ്പിക്കപ്പെട്ട പ്രമേയങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചില പ്രിൻസിപ്പിൾസുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെ വെച്ചുകൊണ്ടാണ് ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തെ കൺവെൻഷൻ എന്ന് പറയുന്നത് കൺവെൻഷൻ ഓൺ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് വിമൻ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള വിവേചനങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി നടന്നൊരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. രണ്ടാമത്തേതാണ് ദ കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, CRDP. ഡിസബിലിറ്റിയോട് കൂടിയിട്ട് ജനിക്കുന്ന കുട്ടികളുടെ, അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള അംഗവൈകല്യങ്ങളും അംഗപരിമിതരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ലോകത്തുണ്ട്. അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൺവെൻഷൻ നടന്നിട്ടുണ്ട്. അതുമായിട്ട് ഈ സ്ട്രാറ്റജി അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് അംഗവൈകല്യമുള്ള ആൾക്കാർക്ക് വീൽ ചെയർ കൊടുക്കുക, ഇലക്ട്രിക് സ്കൂട്ടർ കൊടുക്കുക, അവർക്ക് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അങ്ങനെയാണ് നമുക്ക് പഞ്ചായത്തുകളും അതേപോലെ തന്നെ ലോകത്തുള്ള എല്ലാ സർക്കാരുകളും അംഗവൈകല്യമുള്ള, ഡിസബിലിറ്റി ഉള്ളവർക്ക് പലവിധ സഹായങ്ങളും നൽകുന്നതൊക്കെ UN സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് കൊടുക്കുന്നത്. UN നടപ്പിലാക്കിയ നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലടക്കം പല ഡിസബിലിറ്റി നിയമങ്ങളും ഉണ്ടായിരിക്കുന്നത്. അതേപോലെ മൂന്നാമത്തേതാണ് 2030 എന്നാണ് അത് വായിക്കേണ്ടത്. 2030 അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സുസ്ഥിര വികസനം എന്ന് പറയുന്ന ഒരു അജണ്ട കൂടി നമ്മുടെ UNO ഉണ്ടായിരുന്നു. ഈ മൂന്നുമായി അലൈൻ ചെയ്തുകൊണ്ടാണ് ഈ സ്ട്രാറ്റജി ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദ സ്ട്രാറ്റജി അഡ്രസ് ദ മൾട്ടിപ്പിൾ ആൻഡ് ഇൻ്റർസെക്റ്റിംഗ് ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, ഈ സ്ട്രാറ്റജി അഡ്രസ്സ് ചെയ്യുന്നത്, അഭിമുഖീകരിക്കുന്നത്, അല്ലെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ബഹുമുഖമായിട്ടുള്ള, മൾട്ടിപ്പിൾ ആൻഡ് ഇൻ്റർസെക്റ്റിംഗ്, ബഹുമുഖവുമാണ്, അതേപോലെ തന്നെ ഇത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതുമാണ്. ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഫേസ്ഡ് ബൈ വിമൻ ആൻഡ് ഗേൾസ് വിത്ത് ഡിസബിലിറ്റീസ്, എൻഷുറിങ് ദെയർ ഇൻക്ലൂഷൻ ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്, എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, സോഷ്യൽ, പൊളിറ്റിക്കൽ,
കൾച്ചറൽ ആൻഡ് ഇക്കണോമിക്. അപ്പോൾ അതിൽ തൊഴിൽപരമായിട്ടുള്ളതുണ്ട്, വിദ്യാഭ്യാസപരമായിട്ടുള്ളതുണ്ട്, സാമൂഹികപരമായിട്ടുള്ളതുണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ളത്. എല്ലാ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനിൽ നിന്നും അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്തൊരു ലോകം, ഇൻക്ലൂഷൻ, അവരെല്ലാവരും ഉൾക്കൊള്ളുക എന്ന് പറയുന്നൊരു ലക്ഷ്യമാണ് ഇതിനുള്ളത്. പ്രൈമറി എയിം ഓഫ് ദ സ്ട്രാറ്റജി ഈസ് ടു റിമൂവ് സിസ്റ്റമാറ്റിക് ബാരിയേഴ്സ്. അതായത് ഈ ഡിസ്ക്രിമിനേഷൻ ഇങ്ങനെ സമൂഹത്തിൽ നടമാടുന്നതിന് ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഡിസ്ക്രിമിനേഷന് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ മുൻപിലുണ്ട്. ഈ തടസ്സങ്ങളെ മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. ആൻഡ് പ്രൊമോട്ട് ഫുൾ ആൻഡ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ ആൻഡ് ഗേൾസ് വിത്ത് ഡിസബിലിറ്റീസ്. ഡിസബിലിറ്റിയുള്ള പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും എല്ലാ തലത്തിലുമുള്ള തുല്യമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അക്രോസ് ദി ഹ്യൂമാനിറ്റേറിയൻ ഡെവലപ്മെൻറ്റ് കണ്ടിന്യൂം. അതിലെന്താണ്, ഈ ലോകത്ത് വികസനം എന്ന് പറയുന്നത് ഒരു നൈരന്തര്യമാണ്, തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനെ മനുഷ്യത്വത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് അവർക്ക് എല്ലാവിധ അസമത്വങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. ഇറ്റ് എംഫസൈസസ് ഇൻക്ലൂസീവ് പോളിസി മേക്കിംഗ്. അപ്പം നമ്മൾ ഒരു രാജ്യത്ത് നിയമം നിർമ്മിക്കുന്ന സമയത്ത് അവരെയും കൂടി ഉൾക്കൊള്ളുന്ന നിയമങ്ങളുണ്ടാകും. ഉദാഹരണത്തിന് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് നമുക്കറിയാം. ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് അവർക്ക് വേണ്ടി സീറ്റ് റിസർവ് ചെയ്ത് വെച്ചത് നമുക്ക് അറിയാൻ പറ്റും. അംഗപരിമിതരായിട്ടുള്ള, കാഴ്ച പരിമിതരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അല്ലേ? നമ്മൾ യൂറോപ്പിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ യൂറോപ്പിലൊക്കെ ബസ്സുകളിൽ ശരിക്കും അവരുടെ വീൽ ചെയർ, ഇലക്ട്രോണിക് വീൽ ചെയർ അടക്കം നേരിട്ട് അവർക്ക് തന്നെ കയറ്റാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ യൂറോപ്പിലെ ബസ്സുകളിൽ ഉണ്ട്. ഓക്കെ, ലിഫ്റ്റ് പോലെ ഒരു ഇറങ്ങി വരും ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന്, അതിലേക്ക് നമ്മുടെ ഈ വീൽ ചെയർ കയറ്റാൻ പറ്റുന്ന രീതി. അപ്പം ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടായിരിക്കുന്നത് പോളിസി മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. മുച്ചക്ര വാഹനങ്ങൾ നിങ്ങൾക്കറിയാം, വീൽ ചെയറുകൾ നിങ്ങൾക്കറിയാം, അതേപോലെ തന്നെ ബിൽഡിങ്ങിലേക്ക് ഉള്ള റാമ്പുകൾ നിങ്ങൾക്കറിയാം. റാമ്പ്, അല്ലേ? വീൽ ചെയർ കയറ്റാൻ വേണ്ടിയിട്ടുള്ള റാമ്പുകൾ. ഇതൊക്കെ ഒരു പോളിസി മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ലോകത്ത് രാജ്യങ്ങൾ നടപ്പിലാക്കുന്നതാണ്. അപ്പോൾ ഇൻക്ലൂസീവ് പോളിസി മേക്കിംഗ്, ദ എലിമിനേഷൻ ഓഫ് ജെൻഡർ ആൻഡ് ഡിസബിലിറ്റി ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ. അംഗപരിമിതരായിട്ടുള്ള ആൾക്കാർ, ഡിസബിലിറ്റിയെയും ജെൻഡറിനെയും ബേസ് ചെയ്തിട്ടിരിക്കുന്ന എല്ലാവിധ വിവേചനങ്ങളെയും ഇല്ലാതാക്കുക. ആൻഡ് ദ ക്രിയേഷൻ ഓഫ് ആക്സസിബിലിറ്റി എൻവയൺമെൻറ്റ്സ്. എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള എൻവയൺമെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു ബിൽഡിങ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ പഞ്ചായത്തിൻ്റെ പെർമിഷൻ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ റാമ്പ് വേണം. അതാണ് ആക്സസിബിലിറ്റി എൻവയൺമെൻറ്റ്. 2-3 നിലയുള്ളൊരു ബിൽഡിംഗ് ആണെങ്കിൽ അവിടെ ഒരു വീൽ ചെയറിൽ വന്ന വ്യക്തിക്ക് ആ 3ാമത്തെ നിലയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അവിടെ ലിഫ്റ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നീളത്തിലുള്ള റാമ്പ് തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, അതിനാണ് നമ്മൾ ക്രിയേഷൻ ഓഫ് ആക്സസിബിലിറ്റി എൻവയൺമെൻറ്റ്സ് എന്നിവിടെ പറയുന്നത്. ദാറ്റ് ഫോസ്റ്റർ പാർട്ടിസിപ്പേഷൻ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഡിസബിലിറ്റി ഉള്ളവരും അവിടേക്ക് വരാൻ പറ്റും, ഒരു ജെൻഡർ ഇക്വാലിറ്റി അവിടെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ആൻഡ് ലീഡർഷിപ്പ്. അങ്ങനെ അവരെ, ഈ ഡിസബിലിറ്റി ഉള്ളവരെ ലീഡർഷിപ്പിലോട്ട്, അല്ലെങ്കിൽ നേതൃസ്ഥാനത്തിലേക്ക് അവരെയും കൊണ്ടുവരിക. അപ്പം ഇൻക്ലൂഷൻ, ആക്സസിബിലിറ്റി എൻവയൺമെൻറ്റ് ഉണ്ടായാൽ മാത്രമേ ഈ പാർട്ടിസിപ്പേഷനിൽ ലീഡർഷിപ്പ് ഉണ്ടാകും. ഇപ്പോൾ ഈ ഏപ്രിൽ 9 കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിൽ ഒരു ബൂത്ത് മുഴുവനായിട്ടും കൺട്രോൾ ചെയ്തിരുന്നത് ഡിസബിലിറ്റി ഉള്ള ആൾക്കാരായിരുന്നു, അല്ലേ? അംഗപരിമിതരായിട്ടുള്ള അധ്യാപകരായിരുന്നു അതൊക്കെ ചെയ്തിരുന്നത്. ഫറൂഖ് കോളേജിലെ അധ്യാപകർ, അതേപോലെ തന്നെ അങ്ങനെ അംഗപരിമിതരായിട്ടുള്ള ആൾക്കാർ, കാഴ്ച പരിമിതരായിട്ടുള്ള ആൾക്കാർ ഒരു ബൂത്ത്, ഒരു ഇലക്ഷൻ പ്രോസസ്സിൻ്റെ ഒരു ദിവസത്തെ 2 ദിവസത്തെ കാര്യങ്ങൾ മുഴുവൻ അവരായിരുന്നു നിയന്ത്രിച്ചത്. അപ്പം അവർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഇലക്ഷൻ പ്രോസസ് ആൻഡ് ആസ് വെൽ ആസ് ദേ ആർ ദ ലീഡേഴ്സ് ഓഫ് കണ്ടക്ടിങ് ദാറ്റ് ഇലക്ഷൻ. ആ ബൂത്തിലെ ഇലക്ഷന് കണ്ടക്ട് ചെയ്യുന്നതിൽ അവർക്ക് പ്രത്യേക റോൾ ഉണ്ടായിരുന്നു. ദ സ്ട്രാറ്റജി എയിംസ് ടു ട്രാൻസ്ഫോം സൊസൈറ്റൽ സ്ട്രക്ചേഴ്സ്. സമൂഹത്തിൻ്റെ ചില ഘടനകളും ചിന്തകളും മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്.
ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് കണ്ടോ, മനോഭാവം, ആൻഡ് എൻഷുറിങ് ദാറ്റ് നോ വൺ ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഉറപ്പിക്കുകയാണ്, ആരും പിന്നിലാക്കപ്പെടുന്നില്ല. നോ വൺ ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ് ഇൻ ദ പെർസ്യൂട്ട് ഓഫ് ജെൻഡർ ഇക്വാലിറ്റി. ലിംഗസമത്വത്തിന് വേണ്ടിയിട്ട് വാദിക്കുമ്പോൾ ഒരാളും തന്നെ പുറകിലാക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, എല്ലാവരും ഈ സുസ്ഥിര വികസനത്തിൻ്റെ ഭാഗമാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്യാം. ഇതൊക്കെയാണ് ഇതിൻ്റെ എയിം എന്ന് പറയുന്നത്. അപ്പം ആ എയിം തന്നെയാണ് ഇതിൻ്റെ സ്ട്രാറ്റജിയുടെ ഒരു സമ്മറി ആയിട്ടും ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ സ്ട്രാറ്റജി എയിംസ് ടു എൻഷുർ that women and girls with disabilities representing about 1 in 5 women globally, അഞ്ചിൽ ഒരാൾ, ലോകത്ത് അഞ്ചിൽ ഒരാൾ can fully participate in all aspects of life on an equal basis with others. ഇന്ന് ലോകത്ത് ശരിക്കും അഞ്ചിൽ ഒരാൾക്ക് മാത്രമേ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇറ്റ് സീക്സ് ടു അഡ്രസ് ഡബിൾ മാർജിനലൈസേഷൻ, അതായത് ഡിസബിലിറ്റി ഉള്ള പെൺകുട്ടിയാണെങ്കിൽ അവിടെ ഡബിൾ മാർജിനലൈസേഷനാണ് ഉണ്ടാവുക. രണ്ട് ഇരട്ട രീതിയിലുള്ള ഒരു പാർശ്വവൽക്കരണം. ഒന്ന് ലേഡി അല്ലെങ്കിൽ സ്ത്രീ എന്നുള്ള നിലക്കുള്ളൊരു മാർജിനലൈസേഷൻ അവിടെ വന്നു. രണ്ടാമത് അവർക്ക് സ്ത്രീക്കാണ് ഡിസബിലിറ്റി ഉള്ളതെങ്കിൽ ഡിസബിലിറ്റി എന്നുള്ള നിലക്കുള്ള മാർജിനലൈസേഷൻ. അങ്ങനെയാണ് ഇതിനെ ഡബിൾ മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. ദേ ഫേസ് ഡ്യൂ ടു ദ ഇൻ്റർസെക്ഷൻ ഓഫ് ജെൻഡർ ആൻഡ് ഡിസബിലിറ്റി. കണ്ടോ, ജെൻഡറും ഡിസബിലിറ്റിയും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്ത് വന്നപ്പോൾ അവിടെ ഡബിൾ മാർജിനലൈസേഷനാണ് സംഭവിക്കുന്നത്. വിച്ച് ഓഫൺ ലീഡ്സ് ടു എക്സ്ട്രീം പോവർട്ടി. ഇങ്ങനെ ഒരു ഡബിൾ മാർജിനലൈസേഷൻ വന്നു കഴിഞ്ഞാൽ എക്സ്ട്രീം പോവർട്ടിയാണ് ഇതിലേക്ക് വരുന്നത്. ഹയർ റിസ്ക് ഓഫ് വയലൻസ് ആൻഡ് എക്സ്ക്ലൂഷൻ ഫ്രം എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പെൺകുട്ടികൾക്കാണ് ഈ ഒരു ഡിസബിലിറ്റിയും കൂടെ വരുന്നത് എങ്കിൽ അവിടെ ഡബിൾ മാർജിനലൈസേഷനാണ് സംഭവിക്കുന്നത്. ഒന്ന്, അവിടെ ഹയർ റിസ്ക് ഓഫ് വയലൻസ് ഉണ്ട്, ആൻഡ് എക്സ്ക്ലൂഷൻ ഫ്രം എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള പരിചരണങ്ങൾ കിട്ടുന്നില്ല, വിദ്യാഭ്യാസത്തിൽ നിന്ന് അവർ പുറംതള്ളപ്പെടുന്നു എന്നുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്. ദ UN Women Strategy aims to strengthen rights based inclusion. എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുക, ഇൻക്ലൂഷൻ, എംപവർമെൻറ്റ് ശാക്തീകരിക്കുക, ആൻഡ് ഫുൾ പാർട്ടിസിപ്പേഷൻ ഫോർ വിമൻ ആൻഡ് ഗേൾസ് വിത്ത് ഡിസബിലിറ്റീസ് അലൈനിങ് വിത്ത് 2030 അജൻഡാസ്, ലീവ് നോ വൺ ബിഹൈൻഡ് പ്ലഡ്ജ്. അതാണ് പറഞ്ഞത് 2030 അജണ്ട 2030 എന്ന് പറയുന്ന UN-യുടെ ഒരു അജണ്ട ഉണ്ട്. അതിൻ്റെ ഒരു പ്ലഡ്ജ് തന്നെ ലീവ് നോ വൺ ബിഹൈൻഡ് എന്നാണ് അതിൻ്റെ പ്ലഡ്ജ് തന്നെ. ഇറ്റ് ഡിഫൈൻസ് ഡിസ്ക്രിമിനേഷൻ ടു ഇൻക്ലൂഡ് ദ ഡിനയൽ ഓഫ് റീസണബിൾ അക്കോമഡേഷൻ. അതിൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനയൽ ഓഫ് റീസണബിൾ അക്കോമഡേഷൻ, ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയും ഡിസ്ക്രിമിനേഷനാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരു ബിൽഡിങ്ങിലേക്ക് വീൽ ചെയറിൽ വരുന്ന ഒരു വ്യക്തിക്ക് കയറാൻ പറ്റുന്നില്ല എങ്കിൽ അത് ഡിനയൽ ഓഫ് റീസണബിൾ അക്കോമഡേഷനാണ്. കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇൻക്ലൂഷൻ ഓഫ് റീസണബിൾ അക്കോമഡേഷനാണ്. റീസണബിൾ അക്കോമഡേഷൻ അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ബിൽഡിംഗ് പെർമിറ്റ് അവസാനമായിട്ട് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ റാമ്പ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ വലിയ നിലകളുള്ള ബിൽഡിംഗ് ആണെങ്കിൽ അതിന് ലിഫ്റ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് എംഫസൈസസ് കളക്ടിങ് ഡിസഗ്രിഗേറ്റഡ് ഡാറ്റ ടു അഡ്രസ് സിസ്റ്റമാറ്റിക് ആറ്റിറ്റ്യൂഡിനൽ, എൻവയൺമെൻറ്റൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാരിയേഴ്സ്. അപ്പോൾ ഇവിടെ ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡിസ്അഗ്രിഗേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളർ, അഗ്രിഗേറ്റഡിൻ്റെ ഓപ്പോസിറ്റാണ് അല്ലേ. അഗ്രിഗേറ്റഡിൻ്റെ അതിനെ പ്രതിനിധീകരിക്കുന്ന ചില ഡാറ്റ കിട്ടുക. എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇങ്ങനത്തെ ഡാറ്റകൾ കളക്ട് ചെയ്യുക. ഡിസബിലിറ്റി ഉള്ളവരുടെ, ജെൻഡർ ഇനീക്വാലിറ്റിക്ക് വിധേയമാകുന്ന രാജ്യങ്ങളിൽ നിന്ന് ഒക്കെയുള്ള ഡാറ്റകൾ കണക്ട് ചെയ്യുക. ആൻഡ് സിസ്റ്റമാറ്റിക് ആറ്റിറ്റ്യൂഡിനൽ, എൻവയൺമെൻറ്റൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാരിയേഴ്സ്. എവിടെയൊക്കെയാണോ ബാരിയേഴ്സ് ഉള്ളത് എന്നുള്ളതാണ്. ആറ്റിറ്റ്യൂഡിൽ ഇങ്ങനെയുള്ള ആൾക്കാരോടുള്ള മനോഭാവത്തിൽ മറ്റുള്ളവർക്ക്, ഡിസബിലിറ്റീസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഡിസബിലിറ്റി ഉള്ളവരോട് തോന്നുന്ന മനോഭാവം. ഓക്കെ. എൻവയൺമെൻറ്റൽ നമ്മൾ പറഞ്ഞു. എൻവയൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള സംഭവങ്ങൾ എൻവയൺമെൻറ്റൽ. ഓക്കെ. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാരിയേഴ്സ്, സർക്കാർ തലത്തിലുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിലുള്ള, നമുക്ക് റെഡ് ടേപ്പിസം എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള ബാരിയേഴ്സ്. ഓക്കെ. ദെൻ
To achieve its goals, the strategy employs multi-pronged approach. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മൾട്ടി പ്രോങ്ഡ് അപ്രോച്ചാണ്. ഇതൊരു സർവ്വതല സ്പർശിയായിട്ടുള്ളൊരു സമീപനമാണ് ഇതിലുള്ളത്. കൺസിസ്റ്റിംഗ് ഓഫ് 3 മെയിൻ ട്രാക്സ്. ഒന്ന്, മെയിൻ സ്ട്രീമിംഗ്, എല്ലാവരെയും മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക. സിസ്റ്റമാറ്റിക്കലി ഇൻക്ലൂഡിംഗ് ജെൻഡർ, ഏജ് ആൻഡ് ഡിസബിലിറ്റി പെർസ്പെക്റ്റീവ്സ് അക്രോസ് ഓൾ ജനറൽ പോളിസീസ് ആൻഡ് ഇനീഷ്യേറ്റീവ്സ്. എല്ലാ പോളിസികളിലും എല്ലാ ഇനീഷ്യേറ്റീവ്സിലും ജോലിയിലും വിദ്യാഭ്യാസത്തിലും ഒക്കെ തന്നെ ഒരേ രീതിയിലുള്ള പോളിസികൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തേത്. ഓക്കെ, ഉദാഹരണത്തിന് നിങ്ങൾ നോക്കിയാൽ മതി. KSRTCയിൽ സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ലായിരുന്നു കണ്ടക്ടറായിട്ട്, അല്ലേ, ബസ് ഡ്രൈവറായിട്ട്. പക്ഷെ ആ പോളിസി മാറ്റി. അത് ഇതിൻ്റെ ഭാഗമാണ്. ഇത് അച്ചീവ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് മാറ്റിയതാണ്. ഓക്കെ, അതേപോലെ തന്നെ ജെൻഡർ ഡിസബിലിറ്റി ഉള്ളവർക്ക് പല ആൾക്കാർക്കും പല ജോലികളും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. പക്ഷെ അതൊക്കെ ഇപ്പം സ്വമേധയാ അല്ലെങ്കിൽ സ്ലോലി എന്ത് ചെയ്യുന്നുണ്ട്, ഓരോരോ രാജ്യങ്ങളും ഈ ബാരിയേഴ്സിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എൻഷുറിങ് ദേ ആർ നോട്ട് ഓവർലുക്ക്ഡ് ഇൻ ബ്രോഡർ ഡെവലപ്മെൻറ്റ് പ്ലാൻസ്. ടാർഗറ്റഡ് ഇനീഷ്യേറ്റീവ്സ്, ഇവർക്ക് വേണ്ടി മാത്രമുള്ളത്. ഡെവലപ്പിംഗ് സ്പെസിഫിക് പ്രോഗ്രാംസ് എയിംഡ് ഡയറക്ട്ലി അറ്റ് എംപവറിംഗ് വിമൻ ആൻഡ് ഗേൾസ് വിത്ത് ഡിസബിലിറ്റീസ്. ഓക്കെ, അവർക്ക് വേണ്ടി മാത്രമുള്ളത് എന്ത് ചെയ്യുക, ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇനീഷ്യേറ്റീവ്സ്, ചില സംരംഭങ്ങളൊക്കെ തുടങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് തുടങ്ങാൻ പറ്റിയ സംരംഭങ്ങളുള്ളതിന് ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കും. ഓക്കെ, സച്ച് ആസ് വൊക്കേഷണൽ ട്രെയിനിങ്, ലൈഫ് സ്കിൽസ് വർക്ക്ഷോപ്സ്. അപ്പോൾ വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം, ഡിസബിലിറ്റി നടക്കാൻ പറ്റാത്ത ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് ഒരു ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു ഡാറ്റ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ വിദഗ്ധനായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വൊക്കേഷണൽ ട്രെയിനിങ്. അല്ലെങ്കിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് കട നമ്മൾ തുടങ്ങുകയാണെങ്കിൽ വൊക്കേഷണൽ ട്രെയിനിങ്. ഓക്കെ, അവർക്ക് ഇട്ട് കൊടുക്കാനുള്ള ഫണ്ട് കൊടുക്കുക. ലൈഫ് സ്കിൽ വർക്ക്ഷോപ്സ്. ഓക്കെ, അവരതിനെ കൊണ്ടുവരിക. ഇങ്ങനെ ഡിസബിലിറ്റി ഉള്ളവർക്കും അല്ലാതെ സ്ത്രീകൾക്കും സ്വയം തൊഴിലിന് അവരെ പര്യാപ്തമാക്കുക. അതിനൊരുപാട് ഗവൺമെൻറ് ഫണ്ടുകൾ കൊടുക്കുന്ന ലോകത്ത് ഒരുപാട് അങ്ങനത്തെ രാജ്യങ്ങളുണ്ട്. ദെൻ മൂന്നാമത്തത് ഇൻക്ലൂഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ. ഇങ്ങനെയുള്ള ആൾക്കാരെയും ഉൾക്കൊള്ളുക, അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. എൻഷുറിങ് വിമൻ വിത്ത് ഡിസബിലിറ്റീസ് ഹാവ് എ സീറ്റ് അറ്റ് ദ ടേബിൾ. ഏതൊരു ടേബിളിലും ഒരു സീറ്റ് അവർക്കുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ദിസ് മീൻസ് ദേ മസ്റ്റ് ബി ആക്റ്റീവ് പാർട്ട്നേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സസ്. ഏതൊരു തീരുമാനം എടുക്കുന്നതിലും അവർ ആക്റ്റീവായിട്ടുള്ള പാർട്ട്നേഴ്സാണ്, ലിസണേഴ്സ് അല്ല, അല്ലെങ്കിൽ കാഴ്ചക്കാർ മാത്രമല്ല, അവരും അതിൻ്റെ ഭാഗമാണ്. പാർട്ട്നേഴ്സ് ദാറ്റ് അഫക്ട് ദെയർ ലൈവ്സ് അഡ്ഹറിങ് ടു ദ പ്രിൻസിപ്പിൾ നത്തിങ് അബൌട്ട് അസ് വിത്തൗട്ട് അസ്. ഓക്കെ, അതായത് ഡിസബിലിറ്റി ഉള്ളവരെയോ സ്ത്രീകൾക്ക് ആയിട്ടുള്ളൊരു നിയമനിർമ്മാണം നടത്തുകയാണെങ്കിൽ അവർക്ക് എന്താണോ പറയാനുള്ളത് അത് കേൾക്കണം. അതാണ് നത്തിങ് അബൌട്ട് അസ് വിത്തൗട്ട് അസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളില്ലാതെ ഞങ്ങളെക്കുറിച്ചിട്ട് ഒന്നും വേണ്ട എന്നാണ്. അതായത് ഞങ്ങളുടെ എന്തെങ്കിലും ഒരു പോളിസി തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിൽ ഞങ്ങളുടെ വാദവും ഞങ്ങളുടെ ഭാഗവും കേൾക്കണമെന്ന് പറയാം. ഡിസബിലിറ്റീസിൻ്റെ ആൾക്കാരോട് ചോദിച്ചുകൊണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഗവൺമെൻറ് ലോകത്തെ എല്ലാ സർക്കാരുകളും ഇങ്ങനത്തെ ചില പോളിസികൾ. ഇതിൻ്റെ സ്ട്രാറ്റജിക് ഏരിയാസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 3 കോംപ്ലിമെൻ്ററി ഏരിയാസ് ടു ഡ്രൈവ് ചേഞ്ച്. ഒന്ന്, നോർമേറ്റീവ് ഫ്രെയിംവർക്ക്സ്, സ്ട്രെങ്തനിങ് ലോസ് ആൻഡ് പോളിസീസ്. നോംസ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ്, നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, ചട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ലൈക്ക് ദ കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി CRPD ടു ബി മോർ ജെൻഡർ റെസ്പോൺസീവ്. ഓക്കെ, അതാണ് നോംസ്, നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, വനിതാ സംവരണ ബില്ല് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ളൊരു നോർമേറ്റീവ് ഫ്രെയിംവർക്ക്സ് ആണ്. ഓക്കെ, ദെൻ തൊഴിലിലേക്ക്, എല്ലാ തൊഴിലിലും സ്ത്രീകൾക്കും എല്ലാവർക്കും പങ്കെടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഫ്രെയിംവർക്ക് ഉണ്ടാക്കുക. രണ്ടാമത്തേതാണ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്, കൊളാബറേറ്റിംഗ് വിത്ത് മെമ്പർ സ്റ്റേറ്റ്സ്. അതായത് മെമ്പർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UN അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളെയാണ് മെമ്പർ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. സിവിൽ സൊസൈറ്റി ആൻഡ് സ്പെസിഫിക്കലി ഓർഗനൈസേഷൻസ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ടു ലെവറേജ് ഡിവേഴ്സ് എക്സ്പെർട്ടൈസ് ആൻഡ് നെറ്റ്വർക്ക്സ്. ഇതിൽ അവർക്ക് എക്സ്പെർട്ടൈസ് കൊണ്ടുവരിക, എന്തിലാണോ അവർക്ക് നൈപുണ്യം വേണ്ടത്, അതേപോലെ തന്നെ അതിൻ്റെ നെറ്റ്വർക്കിനെ വ്യാപിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും നടത്തുക. ഓക്കെ, മെമ്പർ സ്റ്റേറ്റ്. അപ്പം UN ഈ ഡിസബിലിറ്റീസിന് വേണ്ടിയിട്ട് നിലകൊള്ളുമ്പോൾ
എല്ലാ രാജ്യങ്ങളും ഉണ്ടാക്കണം. അപ്പോൾ മാത്രമേ UN മാത്രം നിയമം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. UN ഇങ്ങനെ ഉണ്ടാവുന്ന കൺവെൻഷൻ പ്രകാരം മെമ്പർ സ്റ്റേറ്റുകൾ നിയമം ഉണ്ടാക്കി പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ട് അത് നടപ്പിലാക്കുമ്പോൾ മാത്രമേ UN മുൻപോട്ട് വെച്ച ഈ നിയമങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പോളിസി, ഈ ഒരു സ്ട്രാറ്റജി നടപ്പിലാകൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മൂന്നാമത്തത് ഇൻക്ലൂസീവ് മാനേജ്മെൻറ്റ്, ഇംപ്രൂവിങ് ഇൻറ്റേർണൽ UN വിമൻ ഓപ്പറേഷൻസ് സച്ച് ആസ് എൻഷ്യൂറിംഗ് ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ ആക്സസിബിലിറ്റി ആൻഡ് പ്രൊമോട്ടിംഗ് യൂണിവേഴ്സൽ ഡിസൈൻ ഇൻ ഓൾ സർവീസസ്. ലോകത്തെ ഏതൊരു ഡിസബിലിറ്റീസിനും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ ഇക്വാലിറ്റി, സമത്വം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പ് ഡിസൈൻ ചെയ്യുമ്പോൾ, ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിനൊരു യൂണിവേഴ്സൽ ഡിസൈൻ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ റാമ്പുകൾ അല്ലേ, വീൽ ചെയർ നടന്നു പോകുന്ന റാമ്പുകൾ, റോഡ് ക്രോസ് ചെയ്യാൻ ഡിസബിലിറ്റീസിനുള്ള റാമ്പുകൾ, അതൊക്കെ തന്നെ അതൊരു യൂണിവേഴ്സൽ ഡിസൈൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ, UN വിമൻ ഓപ്പറേഷൻസ് സച്ച് ആസ് എൻഷ്യൂറിംഗ് ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ ആക്സസിബിലിറ്റി ആൻഡ് പ്രൊമോട്ടിംഗ് യൂണിവേഴ്സൽ ഡിസൈൻ ഇൻ ഓൾ സർവീസസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു സമ്മറി ആയിട്ട് ഉള്ളത്. നമുക്കിതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് നോക്കാം. വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ UN's വിമൻ സ്ട്രാറ്റജി ഓൺ ദ എംപവർമെൻറ്റ് ഓഫ് വിമൻ ആൻഡ് ഗേൾസ് വിത്ത് ഡിസബിലിറ്റീസ്? അതിൻ്റെ ആൻസർ ഇതാണ്. ഇറ്റ് എയിംസ് ടു സ്ട്രെങ്തൻ ദ ഇൻക്ലൂഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ ആൻഡ് ഗേൾസ് വിത്ത് ഡിസബിലിറ്റീസ് ഇൻ UN വിമൻസ് എഫേർട്സ് ടു അച്ചീവ് ജെൻഡർ ഇക്വാലിറ്റി. അതാണ് ജെൻഡർ ഇക്വാലിറ്റി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ദ എംപവർമെൻറ്റ് ഓഫ് ഓൾ വിമൻ ആൻഡ് ഗേൾസ് ആൻഡ് ദ റിയലൈസേഷൻ ഓഫ് ദി റൈറ്റ്സ് ഇൻ ലൈൻസ് വിത്ത് ഇറ്റ്സ് മാൻഡേറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ഇവർ മുമ്പോട്ട് വെക്കുന്ന ലോകാടിസ്ഥാനത്തുള്ള നോംസ്, നിയമങ്ങൾക്ക് അടിസ്ഥാനമായിട്ട്, സ്റ്റാൻഡേർഡുകൾക്ക് അടിസ്ഥാനമായിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഒരു അവകാശങ്ങൾ അവർക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ഇൻക്ലൂഡിങ് ദ ബെയ്ജിംഗ് ഡിക്ലറേഷൻ, ബെയ്ജിങ്ങിൽ അങ്ങനെ ഒരു ഡിക്ലറേഷൻ നടന്നിട്ടുണ്ട്. പ്ലാറ്റ്ഫോം ഫോർ ആക്ഷൻ, ബെയ്ജിംഗ് ഡിക്ലറേഷൻ ആൻഡ് പ്ലാറ്റ്ഫോം ഫോർ ആക്ഷൻ, ദ കൺവെൻഷൻ ഓൺ ദ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വിമൻ ആൻഡ് കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. ഇതിനെ മൂന്നും കൂടെ അലൈൻ ചെയ്തുകൊണ്ട് ലോകത്ത് സമത്വം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുക, നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡസ് സ്ട്രാറ്റജി അലൈൻ വിത്ത് 2030 അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? ആൻസർ, ദ സ്ട്രാറ്റജി അലൈൻ വിത്ത് the 2030 agenda from sustainable development which resolves to leave no one behind എന്നുള്ളതാണ്. leave no one behind to the empowerment of women and girls with disabilities. ആരും പുറകിലാക്കപ്പെടുന്നില്ല, ആരും തഴയപ്പെടുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക, എല്ലാവരെയും കൂട്ടിപ്പിടിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ അജണ്ട 2030 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തത് ഡിഫൈൻ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഡിസബിലിറ്റി ആസ് പെർ ദ കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ദ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. എന്താണ് ഡിസബിലിറ്റി നിയമപ്രകാരം ഡിസബിലിറ്റിയെ ഉള്ളവരെ മാറ്റി നിർത്തുക, എന്താണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഡിസബിലിറ്റി ഈസ് എനി ഡിസ്റ്റിങ്ഷൻ, ഏത് തരത്തിലുള്ളൊരു വിവേചനത്തിനെയും നമുക്ക് പറയാം. എക്സ്ക്ലൂഷൻ, അവരെ ഒഴിവാക്കുക. ഓർ റെസ്ട്രിക്ഷൻ, അവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. ഓഫ് ഡിസബിലിറ്റി ഉള്ളത് കൊണ്ട് എന്തെങ്കിലും നിയന്ത്രണങ്ങളോ അവരെ ഒഴിവാക്കുകയോ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിവേചനത്തിനെയോ വിച്ച് ഹാസ് ദ പേർപ്പസ് ഓർ ഇഫക്റ്റ് ഓഫ് ഇമ്പയറിംഗ് ഓർ നള്ളിഫൈങ് ദ റെക്കഗ്നേഷൻ, അവരെ റെക്കഗ്നൈസ് ചെയ്യാതെ, അവരെ അംഗീകരിക്കാതെ എന്ത് ചെയ്യുന്നു? നള്ളിഫൈ ചെയ്യുന്ന, ഒഴിവാക്കുന്ന എന്തിനേയും നമുക്ക് ഡിസ്ക്രിമിനേഷൻ എന്ന് വിളിക്കാം. എൻജോയ്മെൻറ്റ് ഓർ എക്സസൈസ് ദെൻ ഓൺ ആൻ ഈക്വൽ ബേസിസ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരെ പോലെ അംഗപരിമിതരല്ലാത്ത നോർമലായിട്ടുള്ള ആൾക്കാർ ഏതൊക്കെ രീതിയിലുള്ള എൻജോയ്മെൻറ്റും എക്സസൈസുകളും ജീവിതചര്യകളും മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അതൊക്കെ ഡിസബിലിറ്റി ഉള്ളവർക്കും തയ്യാറാക്കി കൊടുക്കുക. അതില്ലെങ്കിൽ അതിനെ നമുക്ക് ഡിസ്ക്രിമിനേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് നോർമലായിട്ടുള്ള ഒരാൾ സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ രണ്ടാമത്തെ നിലയിലായിരിക്കും, മൂന്നാമത്തെ നിലയിലായിരിക്കും, മാളിലായിരിക്കും. അവിടേക്ക് ഒരു ഡിസബിലിറ്റി ഉള്ള ഒരാൾക്ക് ആക്സസ് ഉണ്ടാവുക എന്ന് പറയുന്നത് എൻജോയ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അതില്ലെങ്കിൽ അവിടെ ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓഫ് ഓൾ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ ഫ്രീഡംസ് ഇൻ ദ പൊളിറ്റിക്കൽ, ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ, സിവിൽ,
സിവിലർ ഓർ എനി അതർ ഫീൽഡ്, ഏതൊരു ഫീൽഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരേ രൂപത്തിലുള്ള ഇക്വാലിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതില്ലെങ്കിൽ അതിനെ നമുക്ക് ഡിസ്ക്രിമിനേഷൻ എന്ന് വിളിക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഫോംസ് ഓഫ് ഡിനയൽ. ഏത് രീതിയിൽ ഉള്ള സംഭവത്തിനെയും ഇവർക്ക് നിരാകരിക്കുകയാണെങ്കിൽ, ഡിനയൽ ഇൻക്ലൂഡിങ് ഡിനയൽ ഓഫ് റീസണബിൾ അക്കമഡേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, റീസണബിൾ ആയിട്ടുള്ള അക്കമഡേഷന് ഡിനൈ ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഒരു ബിൽഡിങ്ങിലേക്ക് റാമ്പ് ഇല്ലെങ്കിൽ അത് ഡിനയൽ ഓഫ് റീസണബിൾ അക്കമഡേഷൻ ആണ് എന്ന് പറയാൻ പറ്റും. നാലാമത്തത്, വാട്ട് ആർ സം സിസ്റ്റമാറ്റിക് ബാരിയേഴ്സ് ദാറ്റ് പ്രിവെൻറ്റ് ഫുൾ പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ ആൻഡ് ഗേൾസ് വിത്ത് ഡിസബിലിറ്റീസ്. എന്താണ് സിസ്റ്റമാറ്റിക് ബാരിയേഴ്സ് ഇത് അച്ചീവ് ചെയ്യുന്നതിലുള്ളത് എന്നാണ്. ഒന്ന്, സം സിസ്റ്റമാറ്റിക് ബാരിയേഴ്സ് ദാറ്റ് പ്രിവെൻറ്റ് ഫുൾ പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ ആൻഡ് ഗേൾസ് വിത്ത് ഡിസബിലിറ്റീസ് ഇൻക്ലൂഡിങ് ഓഫ് ലീഗൽ, ഒന്ന് നിയമപരമായിട്ടുള്ള ബാരിയർ, രണ്ട് ഫിസിക്കലായിട്ടുള്ള ബാരിയർ, മൂന്ന് ഇൻഫർമേഷണൽ ആയിട്ടുള്ള ബാരിയർ, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ, അവർക്ക് അറിവില്ലാത്തതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ, മൂന്ന് കമ്മ്യൂണിക്കേഷണൽ ആയിട്ടുള്ള ബാരിയർ, കാര്യങ്ങൾ അറിയാതെ പോവുക, കമ്മ്യൂണിക്കേഷണൽ. ഓക്കെ, ആൻഡ് ആറ്റിറ്റ്യൂഡിനൽ നേച്ചർ, മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം, ഇങ്ങനെയുള്ള ഡിസബിലിറ്റി ഉള്ള ആൾക്കാരോടുള്ള മനോഭാവം അത് മാറേണ്ടതാണ്, അതും ഒരു ബാരിയറാണ്. ദീസ് ബാരിയേഴ്സ് ഇൻക്ലൂഡ് ഇനാഡിക്വേറ്റ് അവൈലബിലിറ്റി, അവർക്ക് പല കാര്യങ്ങളും ലഭ്യമല്ലാതിരിക്കുക, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് റിസോഴ്സിങ് ഓഫ് ഡാറ്റ ആൻഡ് എവിഡൻസസ്, ലെജിസ്ലേഷൻ നിയമനിർമ്മാണം നടത്താതിരിക്കുക, പോളിസീസ് ചില നയങ്ങളില്ലാതിരിക്കുക, ആൻഡ് ഗവർണൻസ് മെക്കാനിസം, ഗവൺമെൻറ്റിൻ്റെ മെക്കാനിസംസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ബാരിയറാണ്. ദ ലാക്ക് ഓഫ് ഡിസൈൻ ഓഫ് ആക്സസിബിൾ പ്രൊഡക്ട്സ്, ചില പ്രോഡക്റ്റുകൾ അവർക്ക് ഡിസബിലിറ്റി ഉള്ളവർക്ക് യോജിക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യാതിരിക്കുക. ഫോർ എക്സാമ്പിൾ ആക്റ്റീവ അല്ലെങ്കിൽ മുച്ചക്ര വാഹനം എന്ന് പറയുന്നത് അല്ലേ, അത് അവർക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണ്. ആക്റ്റീവ എന്ന് പറയുന്ന വണ്ടി വിമൻ ഇക്വാലിറ്റിയുടെ, വിമൻ എംപവർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ലോകത്ത് ഇറക്കപ്പെട്ട ഒരു വണ്ടിയാണ്. ഓക്കെ, നമുക്കറിയാം സ്കൂട്ടി അല്ലേ, എല്ലാ കമ്പനികളും ഇറക്കുന്ന സ്കൂട്ടി. അപ്പം അതൊക്കെ ഡിസൈൻ ഓഫ് ആക്സസിബിൾ പ്രൊഡക്ട്സാണ്, അതില്ലാതിരിക്കുക. അപ്പം അതൊരു സിസ്റ്റമാറ്റിക് ബാരിയറാണ്. അപ്പം ലാക്ക് എന്നാണ് അവിടെ പറഞ്ഞത്, ലാക്ക് ഓഫ് ഡിസൈൻ ഓഫ് ആക്സസിബിൾ പ്രോഡക്ട്സ്, എൻവയൺമെൻറ്റ്സ് ആൻഡ് പ്രോസസ്സസ് ആൻഡ് ഇനഡിക്കേറ്റ് ആക്സസ് ടു ജസ്റ്റിസ്, നീതി അവർക്ക് ലഭ്യമല്ലാതിരിക്കുക, ഇനഡിക്കേസി. എഡ്യൂക്കേഷൻ, റീഹാബിലിറ്റേഷൻ, അവരെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തിരിച്ചു കൊണ്ടുവരിക, റീഹാബിലിറ്റേഷൻ. ദെൻ ആൻഡ് പേഴ്സണൽ ആൻഡ് അസിസ്റ്റീവ് ടെക്നോളജി സർവീസസ്, വ്യക്തിപരമായിട്ടും അവരെ അസിസ്റ്റ് ചെയ്യുന്ന ടെക്നോളജി സർവീസുകൾ ഇല്ലാതിരിക്കുക എന്ന് പറയുന്ന മറ്റൊരു ബാരിയറാണ്. ഉദാഹരണത്തിന് ബ്രെയിൽ ലിപി അല്ലേ, നമുക്കറിയാം വോട്ട് ചെയ്യുന്ന സമയത്ത് പോലും ഒരു കണ്ണ് കാണാത്ത വ്യക്തി വന്നു കഴിഞ്ഞാൽ എനിക്ക് സ്വന്തം വോട്ട് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ അവിടെ ബ്രെയിലി ഉണ്ടായിരിക്കണം, സ്ഥാനാർത്ഥികളുടെ ചിഹ്നവും സ്ഥാനാർത്ഥികളുടെ പേരും ഒക്കെ ഉള്ള ബ്രെയിലി അവിടെ ഉണ്ടായിരിക്കണം. അതൊരു ടെക്നോളജി അസിസ്റ്റീവ് ആയിട്ടുള്ള സർവീസാണ്. ഓക്കെ, അതില്ലാതിരിക്കുമ്പോൾ അതൊരു ബാരിയറാണ്. ഡിസ്ക്രിമിനേറ്ററി ആറ്റിറ്റ്യൂഡ്സ് പ്രസൻറ്റ് അഡീഷണൽ ബാരിയേഴ്സ് ടു എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഹെൽത്ത് കെയർ. എഡ്യൂക്കേഷനിലേക്കുള്ള ബാരിയർ ഉണ്ട്. ഡിസ്ക്രിമിനേറ്ററി ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സാണ് അതൊക്കെ. എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഹെൽത്ത് കെയർ ഇൻക്ലൂഡിങ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, സെക്ഷലായിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആരോഗ്യം, ആസ് വെൽ ആസ് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് ആക്സസ് ടു ജസ്റ്റിസ്, നീതി അടക്കം അവർക്ക് ലഭ്യമാവുക. ഇതൊന്നും ലഭ്യമാവുന്നില്ലെങ്കിൽ ഇതൊക്കെ ബാരിയേഴ്സായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ തന്നെ പാരഗ്രാഫ് ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ആദ്യം പറഞ്ഞത് ഇവിടെ ചേർക്കാം. പിന്നീട് ഇവിടെ കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ട്. സിസ്റ്റമാറ്റിക് ബാരിയേഴ്സ് പ്രിവെൻറ്റിംഗ് ഫുൾ പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ ആൻഡ് ഗേൾസ് വിത്ത് ഡിസബിലിറ്റീസ് ഇൻക്ലൂഡിങ് ഇൻ്റർസെക്റ്റിംഗ് ഡിസ്ക്രിമിനേഷൻ. ഒരു പെൺകുട്ടിക്ക് ഡിസബിലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഇൻ്റർസെക്റ്റിംഗ് ഡിസ്ക്രിമിനേഷൻ, ഡബിൾ ഡിസ്ക്രിമിനേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആറ്റിറ്റ്യൂഡിനൽ അബ്ലേസം, ഫിസിക്കൽ ഇനാക്സസിബിലിറ്റി ആൻഡ് ഹൈ റിസ്ക് ഓഫ് വയലൻസ്. അവിടെ വയലൻസിനുള്ള ഒരു റിസ്ക്കും അവിടെ ഉണ്ട്, ഇവരാക്രമിക്കപ്പെടാനുള്ള ഒരു സാധ്യത. UN Women Strategies focuses on removing these obstacles through data collection. ഇതൊക്കെ ഈ തടസ്സങ്ങളൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് UN Women ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജികളാണ് ഡാറ്റ കളക്ഷൻ, ലീഗൽ റിഫോംസ്, നിയമപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക, ആക്സസിബിൾ സർവീസസ് ആൻഡ് എൻഷുറിങ് ദെയർ ലീഡർഷിപ്പ്. ഓക്കെ, ലീഡർഷിപ്പിലേക്ക് ഇവരെ തന്നെ കൊണ്ടുവരാം. ഇതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കുറച്ച് ബാരിയേഴ്സ് ഉണ്ട്. മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സ്, വയലൻസ് ആൻഡ് അബ്യൂസ്, എൻവയൺമെൻറ്റൽ ആൻഡ് ഫിസിക്കൽ ബാരിയേഴ്സ്, അതൊക്കെ നമുക്കറിയാൻ പറ്റും.
ദെൻ ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാതിരിക്കുക, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതിരിക്കുക, ബിൽഡിങ്ങിൻ്റെ കാര്യം, ബസ്സിൻ്റെ കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അതൊക്കെ തന്നെയാണ് ഇവിടെ വീണ്ടും പറയുന്നത്. ഇക്കണോമിക് എക്സ്ക്ലൂഷൻ എന്താണ്, എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ജോലിക്കുമൊക്കെ അവർക്ക് എന്താണ് അതിൽ നിന്നൊക്കെ അവരെ മാറ്റി നിർത്തുക. അപ്പോൾ എക്കണോമിക് എക്സ്ക്ലൂഷനായിട്ട് മാറി. ജസ്റ്റിസ് ആൻഡ് സർവീസ് ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നീതി അവർക്ക് ലഭ്യമല്ലാതിരിക്കുക. ലാക്ക് ഓഫ് ആക്സസിബിൾ ഹെൽത്ത് കെയർ ഇൻക്ലൂഡിങ് സെക്ഷൽ ആൻഡ് ജസ്റ്റിസ് സിസ്റ്റം ഓഫൺ കോമ്പൗണ്ടഡ് ബൈ ലാക്ക് ഓഫ് റീസണബിൾ അക്കോമഡേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ ഇതിൽ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൻ്റെ ആൻസർ തൊട്ട് താഴെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ആൻസേഴ്സ് ഓരോന്നും ഇതിൻ്റെ താഴെ വരുന്നുണ്ട്. അവിടെ ആൻസേഴ്സ് ടു ദ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാൻ പറ്റും. ഓക്കെ, ആൻസർ കീ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട് ഓരോന്നിനും. ഒന്നാമത്തെ കറക്റ്റ് ആൻസർ സി ആണ്, 19.2, 19.2. explanation, there is a given an explanation. So if it is asked as a short question, you can answer the short question as the explanation as a short answer. Okay, ഇതിൻ്റെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഒരു ഷോർട്ട് ആൻസർ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ കൊടുത്തിട്ടുണ്ട് 1, 2 എക്സ്പ്ലനേഷൻ കൊടുത്തു, 3 ആൻസർ കൊടുത്തു, എക്സ്പ്ലനേഷൻ കൊടുത്തു, 4, 5. ഓക്കെ, then ഇതിൻ്റെ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഇൻ്റർസെക്ഷനാലിറ്റി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദി സ്ട്രാറ്റജി. ഇൻ്റർസെക്ഷനാലിറ്റി റെക്കഗ്നൈസസ് that women with disabilities are not a homogeneous group. അതായത് ഡിസബിലിറ്റി ഉള്ള സ്ത്രീകളാണെങ്കിൽ അവർ ഹോമോജീനിയസ് ഗ്രൂപ്പായിട്ട് നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല. ഹോമോജീനിയസ് ഒരു സ്വഭാവമുള്ള ഒരു ഹോമോജീനിയസ് ആണല്ല, അവർ ഹെട്രോസെക്ഷലാണ്, ഹെട്രോജീനിയസ് ഗ്രൂപ്പാണ് എന്ന് പരിഗണിച്ചാൽ മതി. Their experiences are shaped by multiple overlapping identities such as age, ethnicity, sexual orientation, LGBTQI and refugee status. Okay, ഇതിൻ്റെ ഭാഗമാണ്. This means a rural older woman with a disability faces different structural barriers than a young urban woman with a disability. അതായത് വില്ലേജിലുള്ള ഒരു കുറച്ച് ഏജ് ആയിട്ടുള്ള ഒരു ഡിസബിലിറ്റി ഉള്ള സ്ത്രീ ആണെങ്കിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അതേപോലെ തന്നെ ഒരു പട്ടണത്തിൽ താമസിക്കുന്ന യുവതിയായിട്ടുള്ള ഒരു ഡിസബിലിറ്റി ഉള്ള ആളും തമ്മിൽ രണ്ടുപേരും സ്ട്രക്ചറലായിട്ട് ചില ബാരിയേഴ്സ് ഇവർക്കെല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതിനാണ് ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നത്. വാട്ട് ആർ ദ 3 കോർ ഏരിയാസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈഡ് ബൈ UN വിമൻ സ്ട്രാറ്റജി? 1, നോർമേറ്റീവ് ഫ്രെയിംവർക്ക്സ്, പോളിസീസ് ആൻഡ് പ്രോഗ്രാം, സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ്, ഇൻക്ലൂസീവ് മാനേജ്മെൻറ്റ്. ഇത് നമ്മൾ മുകളിൽ നേരത്തെ പറഞ്ഞു. മൂന്നാമത്തതാണ് വൈ ഈസ് ദ കളക്ഷൻ ഓഫ് ഡിസഗ്രിഗേറ്റഡ് ഡാറ്റ എ പ്രയോറിറ്റി ഓഫ് ദി സ്ട്രാറ്റജി? ഹിസ്റ്റോറിക്കലി വിമൻ ആൻഡ് ഗേൾസ് വിത്ത് ഡിസബിലിറ്റീസ് ഹാവ് ബീൻ ഇൻവിസിബിൾ ഇൻ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് ഇൻവിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കണക്കുകളിലൊക്കെ തന്നെ ഇവർ ഇൻവിസിബിളാണ്, ഇവരവിടെ അദൃശ്യമായിട്ട് ആണ് ഉള്ളത്, കാണാനില്ല. ഡിസഗ്രിഗേറ്റഡ് ഡാറ്റ ബൈ സെക്സ്, ഏജ്, ഡിസബിലിറ്റി ഈസ് എസെൻഷ്യൽ ടു റിവീൽ സ്പെസിഫിക് ഗ്യാപ്സ് ഇൻ എഡ്യൂക്കേഷൻ. അതായത് എഡ്യൂക്കേഷനിലത്തെ ഗ്യാപ്പുകൾ പുറത്തേക്ക് കൊണ്ടുവരാനും ഈ ഡാറ്റ നിർബന്ധമാണ്. എംപ്ലോയ്മെൻറ്റ്, ഹെൽത്ത് കെയർ, അലോയിങ് ഫോർ എവിഡൻസ് ബേസ്ഡ് പോളിസി മേക്കിംഗ്. അതായത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചില പോളിസികൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡാറ്റ നിർബന്ധമാണ്. ഓരോരോ രാജ്യത്തും ഇതുണ്ടായിരിക്കണമെന്നാണ് ഇവർ ഈ സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ താങ്ക് യു. യു ക്യാൻ റീഡ് ദിസ് PDF that is shared to your groups. So you can study it. It's a long chapter. It is summarized here. So thank you for watching this video.